ജോർജ് കുര്യനും ആർ എസുകാരും ബി ജെ പിക്കാരും ഗവൺമെൻറ് വക്താക്കളും മന്ത്രിമാരും എല്ലാം കേരളത്തിനെതിരാണ്. കേരള വിരുദ്ധമായ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ത്രിപുരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോറ്റപ്പോൾ അന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഇനി ഞങ്ങളുടെ ലക്ഷ്യം കേരളമാണ്. കേരളം പക്ഷേ അവരാഗ്രഹിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ അവർക്കാവാത്തതുകൊണ്ട് അതിപ്പോഴും ആ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനം തുടരുകയാണ്. അതുതന്നെയാണ് ജോർജ് കുര്യനും പറയുന്നത്. ഇവിടെ ദാരിദ്ര്യം വേണം, പട്ടിണി വേണം. ആ പട്ടിണിയിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ആനുകൂല്യവും തരില്ല എന്നാണ്. അങ്ങനെ ഒരു ആനുകൂല്യം കേരളത്തിന് വേണ്ട. കേരള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് പൊരുത്തണം. ഇത് കോൺഗ്രസോ മാർക്സിസ്റ്റോ ബി ജെ പിയോ ലീഗോ ഒന്നുമല്ല പ്രശ്നം. കേരളത്തെ ഒരു തരത്തിലും അനുവദിക്കില്ല. അത് സാമ്പത്തിക പ്രതിരോധം മാത്രമല്ല, ആശയതലത്തിലും അത് തന്നെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരായി ജനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് CPIM മാത്രമല്ല, എല്ലാവരും കേരളീയരായ മുഴുവൻ ആളുകളും, ഇപ്പോൾ ടി പത്മനാഭൻ ഉൾപ്പെടെയുള്ള പ്രശസ്ത എഴുത്തുകാർ ഇപ്പോൾ തന്നെ അതിശക്തിയായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. ഇല്ലെങ്കിൽ കേരളത്തിന് ചില്ലിക്കാശ് ഇവർ തരാൻ പോകുന്നില്ല. നമ്മുടെ ഈ കേരളത്തെ നേടിയ ഈ ആനുകൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോഴും ധനകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞതുപോലെ, നിങ്ങൾ ചില്ലിക്കാശ് തന്നില്ലെങ്കിലും കേരളത്തിൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് കേരളം ചൂണ്ടിക്കാണിച്ച എല്ലാ പദ്ധതികളും പരിപാടികളും ഞങ്ങൾ ജനക്ഷേമകരമായ രീതിയിൽ നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും CPIM ഉറപ്പായിട്ട് പറയാൻ പോകും.